ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സിന്ധു വിശ്വനാഥ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ പുതിയ വീട്ടിലാണ്, ദൈവത്തിൻ്റെ ദാനം ആ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആ ചെറിയ സ്ഥലപരിധിയിൽ വെച്ചിട്ട് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒത്തിരി സംഭവങ്ങൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ടോ നമ്മുടെ പയർ നല്ല ഇതായിട്ട് കായായി നിൽക്കുന്നുണ്ടോ, ഇപ്പോൾ ഉള്ള ഇതാണ് കണ്ടോ. ഇതിൽ നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ പയർ, നമ്മുടെ മലക്കറിയുടെ വേസ്റ്റ്, ഉള്ളിത്തൊലി, മുട്ടത്തോട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് ഇടുന്നത്. അല്ലാതെ നമ്മൾ ഈ പുറമേ നിന്നുള്ള വളങ്ങളൊന്നും ഇവിടെ ഇടുന്നില്ല. കണ്ടോ പയറിൻ്റെ വലിപ്പം തന്നെ കണ്ടോ, ഇതാണ്ടോ. ഇതിന്നും ഇതാവും കുറച്ച് ദിവസം, ഒരു 4-5 ദിവസമോട്ട് കഴിയുമ്പോൾ ചൂടി വലിപ്പവും നീളമുള്ള പയർ നമുക്ക് കിട്ടും. നല്ല വിഷപദാർത്ഥം നിറയാത്ത നമുക്ക് ആരോഗ്യപരമായ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പരിചരിച്ചെടുക്കാൻ കഴിയും. ഇതാണ്ട് ഒത്തിരി ഉണ്ട് പയറുകൾ, ഒരു ദിവസത്തേക്കുള്ള നമുക്ക് കിട്ടും, ആഴ്ചയിൽ ഒരു ദിവസം കിട്ടും. പിന്നെ കീര, ഇത് നമ്മുടെ വാഴച്ചെടി, അതിൻ്റെ അടുത്ത് തന്നെ വാഴ നട്ടിട്ടുണ്ട്. കണ്ടോ ആമ്പലുണ്ടോ, മുട്ടും നിൽക്കുകയാണ്. അടുത്ത് കണ്ടോ ആമ്പലിൽ വലിയ മുട്ടും, ഇതാണ് നല്ല റോസ് ആമ്പലാണ്, വലിയ പൂവാണ് അതിൽ വരുന്നത്. പിന്നെ മീനുണ്ട് അതിനകത്ത്. പിന്നെ നമ്മുടെ ഓറഞ്ച്, ഇതാണ്ടോ ഓറഞ്ച് ഉണ്ടോ, റോസുകൾ തന്നെ പല കളറുണ്ട്. കറ്റാർ വാഴ ഉണ്ടോ, കറ്റാർ വാഴ. അതിൻ്റെ അടുത്ത് തന്നെ മുന്തിരി, ഇതാണ്ട ബ്ലാക്ക് മുന്തിരിയാണ്, കുരുവില്ലാത്ത. ഇതാണ്ട നമ്മുടെ അമ്പഴങ്ങ കണ്ടോ, ഒത്തിരി കായ്ച്ചു. എന്നിട്ടും അടുത്ത തിളപ്പ് വന്ന് കായ്ക്കുള്ള പരിചരണത്തിനാണ്. ഡാലിക അന്യം നിന്ന് പോയതാണത്. അതൊക്കെ പല കളറിലുള്ള നമ്മുടെ 4 മണി. പിന്നെ അതാണ്ട സാലഡ് വെള്ളരിയാണിത്. അതാണ്ട നമ്മുടെ ആര്യവേപ്പ്. ഇതാണ്ടോ ഇത് ആപ്പിളിൻ്റെ തൈയാണ്, കൊച്ചുമോക്ക് വാങ്ങിയപ്പോൾ അതിൻ്റെ കുരുവെടുത്ത് ഞാൻ നട്ടതാണ്. അതിൽ തന്നെ ഒരു ഇഞ്ചി തൈ ഇപ്പോൾ ഉണ്ട് കണ്ടോ. അപ്പം ഇങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ നട്ട് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ സൂര്യകാന്തി കാണുന്നത്, ഇതിപ്പം പൂത്ത് കൊഴിഞ്ഞു കഴിഞ്ഞു. അടുത്ത് വിത്തിനുള്ള ഭാഗത്തിലാണ്, വിത്ത് ആയി വരാനുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ടോ ഒക്കെ റെഡിയായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് വിത്തായി കഴിയുമ്പോൾ കട്ട് ചെയ്ത് വിടുമ്പോൾ അതിൻ്റെ മൂട്ടിയിൽ തന്നെ തിളപ്പ് വന്ന് അടുത്ത പൂവിനുള്ള ആരംഭം ഇടും. ചന്ദനത്തിൻ്റെ ചെടിയാണ് അത്, അത്യാവശ്യം ഇതായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട്. കണ്ടോ സ്ട്രോബെറി, ഇതാണ്ടോ നമ്മുടെ ആദ്യത്തെ 2-3 പ്രാവശ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇതാണ്ടോ നല്ല വലിപ്പമുള്ള സാധനം ഞാൻ കടയിലൊക്കെ കണ്ടിട്ടുള്ളൂ, അവിടുന്ന് വാങ്ങുമ്പോൾ. ഞങ്ങളുടെ വീട്ടിൽ തന്നെ അങ്ങനെ ഒരു ഫലം ആക്കി എടുക്കാൻ കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. കൊച്ചുമോളും ഞാനും മോളും കുഞ്ഞായും കൂടെയൊക്കെ ഇതിനെ പരിചരിച്ചത്. കണ്ടോ നല്ല അത്യാവശ്യം ഇതുള്ള, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഇതുള്ള സ്ട്രോബെറി കായ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ നമ്മൾ സ്ട്രോബെറി വിളവെടുക്കാൻ പോവുകയാണ്. ഇന്ന് കുഞ്ഞായി പിണങ്ങി നിൽക്കുകയാണ് കുറച്ച്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞായും ഞാനുമായിട്ടാണ് വിളവെടുക്കുന്നത്. കണ്ടോ ഇവിടെ നിൽക്കുക, കണ്ടോ ഇത് ഇങ്ങനെ പതുക്കെ പിടിക്കുക. കണ്ടോ ഇതെങ്ങനെ, കണ്ടോ ഇങ്ങനെ എടുക്കണം. കണ്ടോ എന്ത് വലിയ ഇതാന്ന് നോക്കിയേ സ്ട്രോബെറി. അടുത്ത് അതുപോലെ തന്നെ വേദനിക്കാതെ പതുക്കെ ഇതെങ്ങനെ പിച്ചെടുക്കണം. കണ്ടോ കണ്ടോ കുഞ്ഞിന് ഭയങ്കര സങ്കടം അറിയുന്നത് പിച്ചെടുക്കുന്നത്. കുഞ്ഞ് വീണ്ടും അവിടെ കൊണ്ടുവച്ചു. കണ്ടോ 3 സ്ട്രോബെറിയുടെ കായുണ്ട്. കണ്ടോ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് ഈ വരികയാണ്, പൂവ് എല്ലാം ഇതായി അടുത്ത് കായ് വരാനുള്ള പരുവത്തിലാണ്. കണ്ടോ നല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. കടയിൽ വാങ്ങുന്നതിൽ വിഷപദാർത്ഥങ്ങളൊക്കെ കലർന്നതാണ്, മരുന്നൊക്കെ അടിച്ചതൊക്കെ. ഇത് വീട്ടിലങ്ങനെയൊന്നുമല്ല, നല്ല വൃത്തിക്ക് നമ്മൾ ഇതാക്കി വെച്ച് അതിൽ നിന്ന് റെഡിയായി കിട്ടിയതാണ്. കണ്ടോ ഇതും ഒരു തത്തി വിളവെടുപ്പ് കഴിഞ്ഞു, അടുത്ത് റെഡിയായി വരികയാണ്. കണ്ടോ ഇതിൽ നിന്ന് ഇനി ഇതാണ്ട തൈ ഇതിൽ നിന്ന് വരും. ഇതാണ്ട ഇതിങ്ങനെ ഇത് റെഡിയായി വന്ന് ഇങ്ങോട്ട് വള്ളി പോലെ വരുമ്പോൾ അതിൽ നമ്മൾ പതിച്ച് വെച്ച് കൊടുക്കണം. കുഞ്ഞായിക്കുട്ടൻ സ്ട്രോബെറി കഴിക്കുകയാണ്. കേട്ടോ ഇത് ടേസ്റ്റാണെന്നറിയോ. എന്താ നല്ല ഇനിയിപ്പം അത്യാവശ്യം ചെറിയൊരു പുളിപ്പും ഒക്കെ ഉണ്ട്. എന്താ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇങ്ങനെയുണ്ട് സൂപ്പറെന്ന് ഗുട്ടെന്ന് പറ, ഗുട്ട്. ഇത് ഞങ്ങളുടെ മണിക്കുട്ടിയാണ്.
മണിക്കുട്ടിയെ ഒരു കുഞ്ഞായിരുന്നു ഞങ്ങളുടെ ഈ കിട്ടിയതാണ്. ഈ കാലിന് സുഖമില്ലാതെ ഉണ്ടോ, കാലിന് സുഖമില്ലാതെ കിട്ടിയതാണ്. താഴെ വീഴുന്നായിരുന്നു. ഞങ്ങൾ കൊണ്ടുവന്ന് തൈലമൊക്കെ ഇട്ട് നേരെയൊക്കെ ഉണ്ടാക്കാം. അതിൽ തൊടുമ്പോൾ അവൾക്ക് ഭയങ്കര വേദനയാണ്. കണ്ടോ രസമെന്നൊക്കെ. മണിക്കുട്ടി നന്നായിട്ട് കാര്യം പറയും, അമ്മ എന്നൊക്കെ വിളിക്കും, ഒക്കെ ചെയ്യും. ഇപ്പോൾ പരിചയമില്ലാത്ത ആൾ നിന്നാൽ അവൾക്ക് ഭയങ്കര വിഷയമാണ്. കണ്ടോ കണ്ടോ, ഇതാ ഞങ്ങളുടെ മണിക്കുട്ടി. കണ്ടോ, വാ ഓടി വാ, അമ്മേൻ്റെ അടുത്ത് വാ, ഓടി വാ മണിക്കുട്ടി വാ, ചക്കര കുട്ടി വാ, ഓടി വാ, അമ്മയുടെ മണിക്കുട്ടി വാ, ഓടി വാ, ഓടി വാ. ആ അമ്മ ഓടി വരി, ഓടി വരി, ഓടി വരി, ഇങ്ങ് വരി, ഇവിടെ വരി, വരി, ഓടി വാ, ഓടി വാ, അമ്മ പോവോ, ടാറ്റ് പോവോ, ഓടി വാ, ഓടി വാ, ഓടി വാ. ആ ഉണ്ടോ എൻ്റെ മക്കളെ, ഓടി വാ, ഓടി വാ, ഓടി വാ മണിക്കുട്ടി, ഓടി വാ, അമ്മയുടെ അടുത്ത് വാ, വാ വാ വാ, ഓടി വാ, ഓടി വാ, ഓടി വാ. എങ്ങനെ കേൾക്കുന്നേ അമ്മയുടെ പൊന്നെ, എങ്ങനെ കേൾക്കുന്നേ അമ്മ വിളിക്കുമ്പോൾ? മണിക്കുട്ടിയേ, നമ്മുടെ പൊന്നുകുട്ടിയേ, ഓടിയിരി, 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 വാ വാ, പറഞ്ഞു വാ, ഓടി വാ, ഓടി വാ, ഓടി വാ മണിക്കുട്ടി, ഓടി വാ. അമ്മ ഉമ്മ കൊടുക്കാം, ഉമ്മ. എവിടെ പോവാ, എവിടെ പോവാ? വരും 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 മക്കളിങ്ങ് വരും വരും വരും. ഓ എൻ്റെ പൊന്നെ, അമ്മയാണെന്ന്. അമ്മ അമ്മ നമ്മുടെ ചിരവനാക്കെന്ന് പറയുന്ന ചെടിയാണ്. ഇതൊന്നിപ്പോൾ അങ്ങനെ എല്ലായിടവും കാണാനില്ല. കണ്ടോ, ഒരു പിങ്ക് കളറിലെ പൂവാണിത്. ഇത് നമ്മുടെ ഈ ഇലയിൽ നിന്ന് തന്നെ അതിൻ്റെ തൈ വരും. ഇത് നമ്മുടെ നമ്പിയാരത്തിൻ്റെ ചെടിയും മഞ്ഞ കളറും ചുമല കളറും ഉണ്ട്, മാങ്ങാച്ചെടിയും ഉണ്ട്. ഇതിനിടയിൽ തന്നെ ഒരു പിങ്ക് കളറിലെ ഒരു ഇലച്ചെടിയുണ്ട്. അതിൽ നല്ല മഞ്ഞ കളറിലെയും ഒരു പിങ്ക് കളറും കലർന്ന ഒരു പൂവാണ് അതിൽ വരുന്നത്. ഇതാണ്ടോ, ഇത് വെള്ള കളറിലെ തുമ്പയാണ്. തുമ്പയുണ്ട്. ഡെയ്സി എന്ന് പറയുന്ന ഒരു ചെടി കൂടി ഇതിനകത്തുണ്ട്. കണ്ടോ, ഇത് നമ്മുടെ മണി പ്ലാന്റ്സ്. അതിൽ കൂടെ തന്നെ ഇതാണ്ട ആ ഇലച്ചെടി മഞ്ഞ പൂവുള്ള, ഞാൻ പറഞ്ഞില്ലേ, അതും പിങ്ക് കളറുമാണ് ഇതിലുള്ളത്. വള്ളി പോലെ ഇങ്ങനെ വന്നിട്ട് അതിൽ പൂ വരും. കനകാംബരമാണ്. മഞ്ഞ കളറിലതും ഉണ്ടായിരുന്നു, ഓറഞ്ചും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഓറഞ്ചാണ്. ഇപ്പം അങ്ങനെ എങ്ങും കാണാനില്ല. മുമ്പൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മാമ്മ ഇതിലെ കനകാംബരവും മുല്ലയും കൂടെ പറിച്ച് കെട്ടി ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ വെച്ച് തരും. അതൊരു രസമാണ്. അപ്പോൾ എൻ്റെ കൊച്ചുമക്കൾക്കും അതുപോലെ വെച്ച് കൊടുക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ നട്ടേക്കുന്നതാണ്. കണ്ടോ, ഇത് ഇഞ്ചി കപ്പലണ്ടി നട്ടിരുന്ന ആ ഒരു കിറ്റിലാണ്. അത് വന്നിട്ട് താറാവ് മുഴുവൻ തിന്ന് കളഞ്ഞു. എന്നാലും ഒരു തണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി വേണ്ട റെഡിയായി. അപ്പോൾ നമുക്ക് ഞാനിത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കുള്ള സ്ഥലത്ത് ഇതുപോലെ എല്ലാ സംഭവങ്ങളും നട്ട് വളർത്താനും അത് പരിചരിച്ചെടുക്കാനും കഴിയും. നമ്മൾ നട്ട വാഴ ഇങ്ങനെ കുലച്ചു ഇതൊക്കെ ആയി വരുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാമോ? നമ്മുടെ വേർപ്പും മണവും ഒക്കെ നിറഞ്ഞതാണ്, ആ ഒരു തലോടലും ഒക്കെ നിറഞ്ഞതാണ് ആ വാഴയുടെ ഇത്. അതിൽ വരുന്ന കായൊക്കെ വന്നപ്പോൾ എന്ത് സന്തോഷം തോന്നുന്നറിയാം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഞങ്ങളുടെ മുളക് തൈയാണ്. ഇതങ്ങ് ഒടിഞ്ഞു പോയതായിരുന്നു കേട്ടോ. എനിക്കങ്ങ് സങ്കടം തോന്നിയായിരുന്നു. പക്ഷേ അത് ഇതേണ്ടോ തിളിരി വന്നു. ഞാൻ അതിൻ്റെ സൈഡിൽ മുട്ടത്തോടെല്ലാം വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മരമുല്ലയാണ്. ഒരു തത്തി പൂത്ത് കഴിഞ്ഞു. ഒരു തത്തിയല്ല, ഒത്തിരി പ്രാവശ്യം പൂത്ത് കഴിഞ്ഞു. അടുത്തതാ 1-2 മുട്ടകൾ വീണ്ടും വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇതുപോലെ വെച്ച് തണ്ട് വെട്ടി വിട്ടു കൊടുക്കുമ്പോൾ അടുത്ത് നിറഞ്ഞ് പൂത്ത് വരും. അതിൽ തന്നെ എൻ്റെ കോഴിവാലൻ ചെടി എന്ന് പറഞ്ഞിട്ടൊരു റെഡ് കളറും വയലറ്റ് കളറ് നമ്മുടെ നമ്പ്യാരോട്ടും ഉണ്ടോ. ഇത് ചുമപ്പാണ്. അങ്ങനെ ഒരുപാട് കളറുണ്ട്. ഇത് പൂക്കാറാകുമ്പോൾ ഞാൻ വീഡിയോ ഇടാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് വിടുമ്പോഴാണ് അടുത്ത് തിളിര് വന്ന് അത് പൂക്കാൻ മൊട്ട് വരുന്നത്. കണ്ടോ, ഇത് കപ്പ ഉള്ള സ്ഥലത്ത് തന്നെ കണ്ട ഒരു മൂട് കപ്പ നട്ടിട്ടുണ്ട്. കണ്ടോ, അടുത്ത ഒരു ചെറിയ മൂട് അവിടെ ഉണ്ട്. നമ്പ്യാരോട്ട് അതിൽ കൂടെ തന്നെ നിൽപ്പുണ്ട്. കണ്ടോ, പല കളറിലും ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ആമ്പൽ താമര ഒക്കെ ഇട്ടേക്കുന്നതാണ്. പല കളറിലതുണ്ട്. മീൻകുട്ടികളുണ്ട്, ഒത്തിരി മീൻകുട്ടികളുണ്ട് കേട്ടോ, നിറയെ ഉണ്ട്. ഇന്നലെ വരെ പൂവുണ്ടായിരുന്നു, അത് എന്തോ കൊത്തി ഒടിച്ച് കളഞ്ഞു, അത് പോയി. അടുത്തിനിപ്പം പൂക്കാനുള്ള ഭാഗത്തിൽ വരികയാണ്. ഇതാണ് താമര. ഉണ്ടോ, താമര. ഇത് നമ്മുടെ നീല ആമ്പലാണ്. നമ്മുടെ പിങ്ക് കളറിൽ അപ്പുറത്ത് കണ്ടിട്ടില്ലേ, അതിലുള്ള വലിയ പൂവാണിത്. ആമ്പൽ വലിയ പൂ വരും, ഏകദേശം ഇത്ര ഉള്ള പൂ വരും. പിന്നെ മീൻകുട്ടികൾ ഉണ്ടോ,
ഇതിനടുക്കി വേറെ മീനുണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് വെള്ളം മാറ്റുന്ന സമയത്ത് കാണിക്കാം. അത് ഒത്തിരി കുട്ടികളായിട്ടുണ്ട്, പെറ്റ് പെരുകിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ പാവല്. കണ്ടോ, നട്ട് അത് നല്ല കായ്ച്ച് വരുന്നുണ്ട്. ഒത്തിരി പൂക്കളുണ്ട്. പാവലും നമ്മുടെ നിത്യവഴുതനങ്ങയായിട്ടാണ് നട്ടേക്കുന്നത്. ഒത്തിരി നന്നായിട്ട് പടർന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ കത്തിരിക്ക 3-4 പ്രാവശ്യം നമ്മളതിൽ നിന്ന് പിച്ചി എടുത്തു കഴിഞ്ഞു. ഒരു കറിക്കുള്ളത് കിട്ടും. ഇത് വഴുതലങ്ങയാണ്, ഇത് നീല വഴുതലങ്ങ. ഇത് ഇഞ്ചി അതിൽ കൂടെ നട്ടുണ്ട്. കണ്ടോ, ഇഞ്ചിക്കുട്ടനെ കണ്ടോ, നല്ല ഇതായിട്ട് വരുന്നുണ്ട്, ഉഷാറായിട്ട്. ഇത് പച്ച കളറിലെ വഴുതലങ്ങയാണ്. ഇതെല്ലാം നമ്മൾ വിളയെടുപ്പ് കഴിഞ്ഞു, അടുത്ത് വീണ്ടും റെഡിയായി വരികയാണ്. ഇത് നമ്മുടെ പാലക്കാണ്. പാലക്കൊരു 6-7 പ്രാവശ്യം ഞങ്ങൾ ഇതിൽ നിന്ന് പിച്ചി എടുത്ത് കഴിഞ്ഞു തോരൻ വെക്കാനായിട്ട്. അത് 2 ചട്ടിയുണ്ട്. കണ്ട് വീണ്ടും അത് തിളർത്ത് വരികയാണ്. കീരയുണ്ട്, ഡാൽ കീരയാണ്. ഇതും ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ വിളയെടുപ്പ് കഴിഞ്ഞതാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ട്രോബെറി ഇപ്പോൾ ഉണ്ട്. ഇതാണ്ടോ, കണ്ടോ, ഇത് ഞങ്ങളുടെ സ്ട്രോബെറി നല്ല ഒരു ഇതാണ്ടോ ഇതായി വരികയാണ്. തളുത്ത് നല്ല ഇതായിട്ട് വരുന്നുണ്ട്. ഇത് രസമെന്നറിയുമോ, ഇതിങ്ങനെ റെഡിയായി വരുമ്പോൾ ഇതിന് പൂവ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ വെച്ചിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ താഴോട്ട് ഇതിൽ നിന്ന് തിളര് വന്ന് ഈ കൊണ്ടയിൽ തന്നെ തിളര് വരും. അത് നമ്മൾ പതിച്ച് വേറൊരു ചട്ടിയിലോട്ട് വെച്ച് കൊടുത്തതാണ് അവിടെ നിൽക്കുന്നത്. അത് കായ്ച്ചു തുടങ്ങി. കണ്ടോ, ഇതിനിപ്പോൾ ഒരാഴ്ച കൂടെ ആകുമ്പോൾ ഇത് പൂത്ത് തുടങ്ങും. പൂത്ത് നല്ല ഗുണമുള്ള ഇതായി വരും. കണ്ടോ, ഇങ്ങനെ ഇതിൻ്റെ ഇലകൾ വാടി വരുന്നതിന് നമ്മൾ അതിൻ്റെ മൂട്ടിൽ തന്നെ ഒന്ന് മണ്ണൊന്ന് ഇളക്കിയിട്ട് അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് റെഡിയായി വരും. എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ, നമ്മുടെ വീട്ടിൽ ഇതുപോലെ നട്ട് അത് പൊടിച്ച് അതിൽ നിന്നൊരു കായ് വരുമ്പോൾ എൻ്റെ കൊച്ചുമൊക്കെ എടുത്ത് കൊടുക്കാൻ കഴിയുമ്പം ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നമുക്കൊരു സന്തോഷമാണ് കിട്ടുന്നത്. വേണ്ട, പിന്നെ വിഷുവിന് വാങ്ങിയതാണ്. അപ്പോൾ അത് കളയണ്ട എന്ന് വെച്ചിട്ട് അതിനെ ഞങ്ങൾ കുഞ്ഞിൻ്റെയൊക്കെ ഊഞ്ഞാലിൽ എല്ലാം റെഡിയാക്കേണ്ടോ, നമ്മുടെ കുടവും കൃഷ്ണൻ്റെ ഒരു ഇതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്കിപ്പോൾ എപ്പോഴും ബീച്ചിലും പാർക്കിലും ഒന്നും പോകാൻ പറ്റില്ല. അപ്പം നമ്മളെ വീട്ടിൽ തന്നെ ഇതുപോലെ ഒരു ഇതൊക്കെ റെഡിയായി കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷവുമാണ്. നമുക്ക് അവരോടൊപ്പം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. മക്കളുടെ ആ ഒരു വെക്കേഷൻ ടൈമും ഫ്രീ ടൈമും ഒക്കെ നമുക്ക് അവർക്കൊപ്പം വീട്ടിൽ തന്നെ ചിലവഴിക്കാനും ഒക്കെ കഴിയും. പാർക്കിലൊന്നും എല്ലാവർക്കും പോകാൻ കഴിയില്ല, എപ്പോഴും പോയി എത്താൻ കഴിഞ്ഞൊന്നും വരില്ല, പല ആവശ്യങ്ങളായിരിക്കും. അപ്പോൾ അതിനിടയിൽ വീട്ടിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നടന്നു പോകും. ഇത് നമ്മുടെ ABC ജ്യൂസാണ്. നമുക്ക് ഈ ചൂട് സമയത്തും ഒക്കെ നമുക്ക് ഒത്തിരി ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. നമ്മൾ കുടിക്കുന്നത് നല്ലത്. ഡെയിലി ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ആപ്പിള്, നമ്മുടെ തേങ്ങയുടെ പാല് ഒക്കെ ചേർത്തുണ്ടാക്കുന്നതാണ്. വേണമെന്നുള്ളവർക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ ചേർക്കാം. ഞങ്ങൾക്ക് അതൊന്നും പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും വെച്ചിട്ടുണ്ടാക്കിയതാണ്. ABC ജ്യൂസ്, ഗുഡ് ജ്യൂസ്.